എല്ലാവർക്കും നമസ്കാരം. കൊല്ലത്തു നിന്നുള്ള പ്രീതി ചേച്ചിയുടെ ഒരു പാൽപ്പായസ കൃഷ്ണാനുഭവം കേൾക്കാം അല്ലേ? നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ പ്രീത, കൊല്ലത്തു നിന്നുള്ള കൃഷ്ണഭക്തിയാണ്. എൻ്റെ കൃഷ്ണാനുഭവം സാറ് ത്രിമധുരത്തിൽ വായിച്ചിട്ടുണ്ട്. എനിക്ക് ഒരനുഭവം കൂടി പറയാനുണ്ട്. ഫെബ്രുവരി 21 ഞാനും ഭർത്താവും ഗുരുവായൂരിൽ പോയി. രാവിലെ 2 മണിക്ക് ഞങ്ങൾ റൂമിലെത്തി, കുളിച്ച് ഫ്രഷായി 7 മണിക്ക് ക്ഷേത്രത്തിലെത്തി. അവിടുത്തെ ജീവനക്കാരിയായ എൻ്റെ സുഹൃത്തിനെ പ്രതീക്ഷിച്ച് ഞങ്ങൾ പുറത്തിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തൊരു ചേച്ചി പാൽപ്പായസവുമായിട്ട് ടിന്നിൽ വന്നിരുന്നു. കുറച്ച് പാൽപ്പായസം എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എങ്ങനെ ചോദിക്കും? ചോദിച്ചാൽ തരുമോ? ചേച്ചി കൊണ്ടുപോകാൻ വാങ്ങിയതല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ ചോദിച്ചില്ല. അപ്പോൾ എൻ്റെ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു 9 മണിക്ക് വന്നിട്ട് നമുക്ക് അകത്ത് കയറാമെന്ന്. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു എങ്കിൽ നമുക്ക് മമ്മിയൂർ പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പോകാനായിട്ട് നടന്നു. അപ്പോൾ ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പാൽപ്പായസം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് നിറയെ പാൽപ്പായസം വീതം എനിക്കും ഭർത്താവിനും തന്നു. അങ്ങനെ കണ്ണൻ്റെ സ്വാദിഷ്ടമായ പാൽപ്പായസം ഞങ്ങൾ 2 പേരും കഴിച്ചു. എൻ്റെ പൊന്നുണ്ണി കണ്ണനാണ് ഞങ്ങൾക്ക് പാൽപ്പായസം തന്നതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സാർ. 1-2 അനുഭവങ്ങൾ കൂടി പറയാനുണ്ട്. എങ്ങനെ പറയും, എപ്പോഴാണ് പറയേണ്ടതെന്ന് അറിയില്ല. സാറിന് സുഖം തന്നെയല്ലേ? സാറിന് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. പാൽപ്പായസത്തിൻ്റെ അനുഭവം, പാൽപ്പായസവും ഗുരുവായൂരപ്പനും കണ്ണനായിട്ട് അങ്ങനെയുള്ളൊരു ബന്ധമാണല്ലേ. അപ്പോൾ എന്താ കഥ? നല്ല മനോഹരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. അപ്പം അനുഭവം അയച്ചവർ ശ്രദ്ധിക്കുക. എൻ്റെ കയ്യിൽ കുറേ അനുഭവങ്ങൾ വന്ന് കിടക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ മെസ്സേജ് ഞാൻ നോക്കിയിട്ടുണ്ടാവില്ല. നോക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു ദിവസം എല്ലാവരുടെയും ഇത് ഞാൻ പറയും കേട്ടോ. ഊഴത്തിനനുസരിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കഴിയുന്നതും ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നവർക്ക് വരാം, അറിയാലോ. ജോയിൻ ബട്ടണിലൂടെ, യൂട്യൂബ് ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങളുടെ ഗ്രൂപ്പിൽ ഉച്ചപൂജാലങ്കാരവും അതൊരു ഗംഭീരമായ ഗ്രൂപ്പ് തന്നെയാണ്. കുറേ സമ്മാനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഹരേ കൃഷ്ണ.